അതായത് ഇപ്പോഴും പലരും ധാരണ എന്താ വെച്ചാൽ ആരോഗ്യം എന്ന് പറഞ്ഞാൽ അസുഖമില്ലാത്ത അവസ്ഥ എന്നാണ്. ഇത്രയും പൊട്ട സ്റ്റേറ്റ്മെന്റ് ലോകത്തുണ്ടാവത്തില്ല. ലോകത്ത് അക്രമങ്ങളും ടെററിസവും ഒക്കെ കൂടുമ്പോൾ ഇപ്പുറത്ത് അതേപോലെ സ്പിരിച്വാലിറ്റിയും കൂടും എന്ന് പറയുന്ന പോലെ അതേപോലെ തന്നെയാണ് എല്ലാത്തിനും ഒരു ബാലൻസിങ് ആക്ട് ഉണ്ട്. ഒരു വശം ഡിമാൻഡിങ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് വരുന്നു, അതനുസരിച്ച് നമ്മളെ മാക്സിമം നമ്മൾ സ്ട്രെയിൻ ചെയ്യുന്നു. അറ്റ് ദ സെയിം ടൈം ടെക്നോളജി അത്രമാത്രം അഡ്വാൻസ് ചെയ്ത് ഈ ബേൺ ഔട്ടിനെ ന്യൂട്രലൈസ് ചെയ്യാവുന്ന മെത്തഡോളജികൾ അവൈലബിൾ ആക്കിയിട്ടുണ്ട്. അത് മനസ്സിലാക്കാൻ ഓപ്പൺ മൈൻഡഡ് ആയിരിക്കണം ഒന്ന്. രണ്ട്, അത് മനസ്സിലാക്കാൻ വേണ്ടി കുറച്ച് എഫേർട്ട് എടുക്കണം. അത് പലരും ചെയ്യാത്തതാണ് പ്രശ്നം വരുന്നത്. അതായത് ഇപ്പോഴും പലരും ധാരണ എന്താ വെച്ചാൽ ആരോഗ്യം എന്ന് പറഞ്ഞാൽ അസുഖമില്ലാത്ത അവസ്ഥ എന്നാണ്. ഇത്രയും പൊട്ട സ്റ്റേറ്റ്മെന്റ് ലോകത്തുണ്ടാവത്തില്ല. അസുഖമില്ലാത്ത അവസ്ഥയേ അല്ല ആരോഗ്യം. കാരണം ഒരാൾക്ക് ക്യാൻസർ ഉണ്ട് എന്ന് ഡിറ്റക്ട് ചെയ്യുന്നത് ഒരു ദിവസം രാവിലെ എണീക്കുമ്പോഴല്ല. ഡിറ്റക്ട് ചെയ്യുന്നതായിരിക്കാം, പക്ഷെ അയാളുടെ ഉള്ളിൽ ആ ക്യാൻസർ സെൽസ് ഗ്രോ ചെയ്ത് തുടങ്ങിയിട്ട് മിനിമം ഒരു 4-5 വർഷമായിട്ടുണ്ടാവും. മിനിമം. അത്ര നാളെ അയാൾ ആരോഗ്യവാനായിരുന്നു. അപ്പോൾ ഒരാൾക്ക് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുന്നത് സഡൻ കാർഡിയാക് ഡെത്ത് എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് ഉണ്ടാകുന്നത് പോലും ആ മൊമെന്റിൽ ഉണ്ടാവുന്നതല്ല, അതിന് മുമ്പുണ്ടായിട്ടുള്ള പല പ്രോസസ്സുകളുടെ കോൺസിക്വൻസ് ആണ്. അപ്പോൾ ബേസിക്കായിട്ട് നോക്കുകയാണെങ്കിൽ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറയുന്നത് ആരോഗ്യം എന്ന് പറഞ്ഞാൽ എനിക്ക് അസുഖമൊന്നുമില്ല, പ്രത്യേകിച്ച് അസുഖമൊന്നുമില്ല കേട്ടോ, ഞാൻ വളരെ ആരോഗ്യവാനാണ്. ഈ പറയുന്ന ആൾ തന്നെ ഒരാഴ്ച കഴിഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ പോയി കിടക്കുന്നതാണ്.